ഞാൻ കഴിഞ്ഞ വീക്കിൽ എൻ്റെ ഒരു ഓൾഡ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തു. ആളങ്ങനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയതല്ല, നമ്മളൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ആളെ പെട്ടെന്ന് കണ്ടു. ആളും അങ്ങനെ ഒരു സ്ഥലത്തേക്ക് വന്നതിനും ആളൊരു ആവശ്യത്തിന് വന്നപ്പോൾ ആളെ പെട്ടെന്ന് കണ്ട് ആൾ വർത്താനൊക്കെ പറഞ്ഞു. ഇങ്ങനെ കുറച്ച് നാളെ നമ്മളെ സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ടായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തൊരു ആളായിരുന്നു. അതായത് ആൾ കുറച്ചൊക്കെ പഠിക്കും. അപ്പോൾ ആ പഠനത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്താണ്. പിന്നെ നമ്മൾ ഏകദേശം മൈൻഡ് സെറ്റ് ആയിരുന്നു ആൾക്ക് ഈ സെൽഫ് ഇമ്പ്രൂവ്മെന്റ്, അതുപോലെ തന്നെ ഈ ഹെൽത്തിലൊക്കെ ഫോക്കസ്. അന്ന് മുതലേ ആൾക്ക് ജിമ്മൊക്കെ പോകണ ആളാണ്. ഈ സ്കൂൾ പഠിക്കണ ഈ 10th 9th പഠിക്കുന്ന സമയത്ത് തന്നെ മൂപ്പര് അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലുള്ള ആളായിരുന്നു. സോ അങ്ങനെ ആളായിട്ട് കുറച്ചൊക്കെ വർത്തമാനം പറഞ്ഞു നിന്ന് അങ്ങനെ ലാസ്റ്റ് ഇങ്ങോട്ട് ആൾ പറഞ്ഞു, അപ്പൊ കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ തുടങ്ങിയില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതിന്റെ കാര്യത്തൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. അതിൽ ആൾ ഇങ്ങോട്ട് പറഞ്ഞു, അല്ല എനിക്കും ലൈഫിൽ ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ എനിക്കും എൻ്റെ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണം, എനിക്കും ഗ്രോത്ത് വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ബട്ട് എനിക്ക് ഗോളും ഉണ്ട്. അതിനെങ്ങനെ ഇപ്പോൾ എൻ്റെ ഡേ ടു ഡേ ലൈഫ് അതിനു വേണ്ടി അലൈൻ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ലേസിനെസ് മാറുന്നില്ല, ആ ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഫുള്ള് പ്രോക്കാസ്റ്റിനേഷൻ ആണ്. ഗോൾ ഉണ്ട്, സംഭവം ശരിയാണ്, പക്ഷെ എനിക്ക് അതിന് എന്ത് ചെയ്യണം എന്ന് അറിയും. അതായത് ഓനക്കൊരു ഗോൾ ഉണ്ട്, ആ ഗോളിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് അറിയും. പക്ഷെ അത് എപ്പോഴാണ് ഓന് ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, ഒരു സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം, ഒരു ആക്ഷൻ എങ്ങനെ ഉണ്ടാക്കാം, അതിന് വേണ്ടിയിട്ടൊന്നും എനിക്കൊരു വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇതാകുമ്പോൾ എനിക്ക് ഞാൻ ഡേ ടു ഡേ ലൈഫിൽ ചെയ്തു വരുന്ന ഒരു 3 ഏരിയാസ് ഉണ്ട്. അതായത് 3 ഏരിയാസിലുള്ള ഹാബിറ്റുകൾ ഞാൻ ആ സംഭവത്തെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു. ഞാനിത് എൻ്റെ ലൈഫിൽ ഞാൻ സ്വന്തം തന്നെ അങ്ങനെ ചെയ്ത് ശീലാക്കിയാണ്ട് ആ 3 ഏരിയാസിനെ ഞാൻ അങ്ങനെ തന്നെ കണ്ടെത്തിയാണ്ട് ഞാൻ അങ്ങനെ ചെയ്തു വരുന്ന സംഭവമായിരുന്നു. ഞാൻ ചെറുപ്പം മുതലേ കുറച്ച് 1-2 വർഷമൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തു വരുന്ന ആളാണ്. അങ്ങനെ ഓനക്ക് പറഞ്ഞു കൊടുത്തു, അങ്ങനെ ഓൻ ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇപ്പം എന്ന് പറയാൻ പോണത്, നിങ്ങളിപ്പോൾ ഒരു ഗോൾ ഉണ്ട്, ഇപ്പോൾ ഗോളിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയാം. ബട്ട് എങ്ങനെ ആ ഒരു ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യാം, ഒരു സിസ്റ്റം ഉണ്ടാക്കി മാറ്റാൻ നിങ്ങളൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഫുള്ള് പ്രോക്കാസ്റ്റിനേഷൻ ചെയ്ത് ഫുള്ള് ലൈസൻസ് ആണ് ഇതെങ്കിൽ ദിസ് വീഡിയോസ് മേ ഹെൽപ്പ് ഫോർ യു ഗൈസ്. അപ്പോൾ വീഡിയോക്ക് പോണതിന് മുന്നേ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്നുണ്ടെങ്കിൽ പേര് മുഖശ്ശേരി. ഞാൻ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആണ് ലൈഫിൽ ചേഞ്ചസ്, ഇമ്പ്രൂവ്മെന്റ്സ്, ഡിസിപ്ലിൻ, കൺസിസ്റ്റൻസി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറിച്ചാണ് ഞാൻ കൂടുതൽ കണ്ടന്റ് ചെയ്യാറ്. സോ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. മെയിനായിട്ട് ഞാൻ 3 ഏരിയാസ് ഞാൻ പറഞ്ഞല്ലോ. അതായത് നമ്മളെ ഏതൊരു മനുഷ്യന്റെ ലൈഫിലായാലും ഈ 3 ഏരിയാസിലൂടെ ഒരു ഗോൾ ഇല്ലാതെ എന്തായാലും കടന്നു പോകും. മറ്റേ ആൾക്കാർ എങ്ങനെയായാലും ഒരു ഏരിയക്കുള്ളിലും എന്തായാലും കടന്നു പോകും. ഒരു 3 ഏരിയാസ്, ആ 3 ഏരിയാസിന്റെയും അടിയിൽ കുറച്ച് ഹാബിറ്റുകളും കുറച്ച് ടാസ്കുകളും ഉണ്ടാവും. അത് നമ്മൾ ഡെയിലി ചെയ്യണം. സോ സംഭവം നമ്മൾ ചെയ്തു വരുന്നതിനാണ് അതിനൊരു സ്ട്രക്ചർ ആക്കി മാറ്റിയേക്കാണെന്നുള്ളൂ. അതിന് മെയിനായിട്ട് 3 ഏരിയാസ് ഉള്ളത്. ഫസ്റ്റത്തെ അർജന്റ് ഏരിയാസ്, രണ്ടാമത്തത് ഇമ്പോർട്ടന്റ് ഏരിയാസ്, മൂന്നാമത്തത് സർവൈവൽ ഏരിയാസ്. അതിന്റെ ഓരോന്നിന്റെ അടിയിൽ കുറച്ച് ആ ഹാബിറ്റ്സുകളും ടാസ്കുകളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തെ എടുക്കുകയാണെങ്കിൽ അർജന്റ് ഹാബിറ്റ്സുകളാണ്. ഇതിൽ വരുന്ന ഹാബിറ്റ്സുകളും ടാസ്കുകളും എന്ന് പറയുന്നത് നമുക്കൊരു ഗോൾ ഉണ്ടാവും. ഫസ്റ്റ് നിങ്ങൾക്ക് ഒരു ഗോൾ വേണം, നിങ്ങളൊരു ഗോള് ഡിഫൈൻ ചെയ്യണം. അപ്പൊ ആ ഗോളിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ള സിസ്റ്റം ഉണ്ടാവും. അതായത് ഇപ്പം ഒരു ഗോള്, ഒരാൾക്ക് ഇപ്പോൾ ഒരു ഗോൾ മാത്രം ഉണ്ടാവും നമുക്ക് കാര്യമില്ല, നമുക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല. ഗോൾ എന്ന് പറയുന്നത് വെറും ഡെസ്റ്റിനേഷനാണ്, നമ്മളൊരു ലക്ഷ്യ സാധനം. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ തീരുമാനിച്ചു അടുത്തൊരു 2027 ആവുന്നതിന് മുന്നേ ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ എനിക്കൊരു നല്ലൊരു ബോഡി ഉണ്ടാക്കണം, എനിക്ക് അവൻ്റെ ഇത്ര വെയിറ്റ് ഗെയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര തടി കുറക്കണം, അല്ലെങ്കിൽ ഇത്ര സ്ട്രക്ചർ ആയിട്ടൊരു ബോഡി വേണം. അതാണ് ഗോള് ഒരു കൊല്ലത്തിനുള്ളിൽ. സോ അതിലേക്ക് എത്തിക്കുന്ന ആക്ഷൻസ് ഉണ്ടാവും. അതായത് ജിമ്മിൽ പോവുക, ഡെയിലി നല്ല ഫുഡ് കഴിക്കുക, നല്ല ഉറക്കം ബോഡി കൊടുക്കുക, ജങ്ക് ഫുഡ് കാര്യങ്ങളൊക്കെ കുറക്കുക. ഇതാണ് അവൻ്റെ സിസ്റ്റംസ്, അതായത് ടാസ്ക്സുകൾ, ഡെയിലി ചെയ്യേണ്ട ആക്ഷൻസ്. ഇത് ചെയ്താൽ മാത്രമേ ഓൻ അവിടേക്ക് എത്തുള്ളൂ. സോ ഇതാണ് എന്ത് ആക്ഷൻസ്. സോ അപ്പോൾ ഈ ആക്ഷൻസ് ആണ് ഇതിൽ പെടുക നമ്മളെ അർജന്റ് ഏരിയാസ്. അതായത് നമുക്കൊരു ഗോൾ ഉണ്ടാവും, ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ ഡെയിലി ചെയ്യേണ്ട സംഭവങ്ങൾ ഉണ്ടാവും. ആ സംഭവമാണ് ഈ അർജന്റ് ഏരിയാസിൽ പെടുക. സോ എക്സാമ്പിൾ ഇപ്പം എൻ്റെ കേസിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഗോൾ പറയുന്നത് ഒരു കേരളത്തിൽ എന്താവുക, ഒരു സെൽഫ് ഇമ്പ്രൂവ്മെന്റ് കണ്ടന്റ് ക്രിയേറ്റർ ആവുക. അതായത് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവണ ഒരു ലൈഫിൽ ചേഞ്ചസ് ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്താൻ പറ്റിയ, അങ്ങനെ ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവണ വീഡിയോസ് ഉണ്ടാക്കുന്ന ഒരാളായി മാറുക. അതാണ് ഇപ്പോൾ, അതായത് ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആവുക. അതാണ് ഇപ്പോൾ എൻ്റെ ഗോള്. സോ ആ ഗോളിലേക്ക് തന്നെ എത്തിക്കുന്ന ആക്ഷൻസ് എന്തൊക്കെയാണ്? ഡെയിലി വീഡിയോ എടുക്കണം, ആ വീഡിയോ നല്ല ഒന്നുകൂടി പെർഫോം ചെയ്യണം, അതുപോലെ തന്നെ നാളേക്കുള്ള വീഡിയോക്ക് സ്ക്രിപ്റ്റ് ചെയ്യണം, വീഡിയോ എഡിറ്റ് ചെയ്യണം, വീഡിയോ അപ്ലോഡ് ചെയ്യണം. ഇതാണ് എൻ്റെ ഡെയിലി ഞാൻ ചെയ്യേണ്ട സംഭവം. സോ ഈ സംഭവങ്ങളാണ് ഡെയിലിൻ്റെ വരിക, അതായത് അർജന്റ് ഏരിയാസ്. സോ അപ്പോൾ അർജന്റ് ഏരിയാസ് കഴിയും. അർജന്റ് ഏരിയാസിൽ വരുന്നത് നമുക്കൊരു ഗോൾ ഉണ്ടാവും, അല്ലെങ്കിൽ എന്ത് ചെയ്യിക്കണം, നമ്മളൊരു പ്രൊഫസർ ആയിരിക്കാം, പ്രൊഫഷന്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ജോലി, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആകുമ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10th സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഗോൾ എന്ത് ചെയ്യിക്കാറുണ്ട് 10th പാസ്സാവുക. അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എന്താ? ഡെയിലി ബുക്ക് പഠിക്കുക,
എഴുതാല്ലേ എഴുതുക, എത്ര പോർഷൻസ് തീർക്കാണ്ട് നോക്കുക, എക്സാം ആയോ നോക്കുക, എക്സാം അയക്കണമെങ്കിൽ പഠിക്കുക. അതാണ് നിങ്ങളെ ഡെയിലി സിസ്റ്റംസ്. അതാണ് നിങ്ങളെ അർജന്റ് ഏരിയാസിൽ വരിക. അതായത് നമ്മളെ ഫ്യൂച്ചറിൽ നമുക്ക് ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തെങ്കിലും ജോലിയാണെങ്കിൽ ആ ജോലി, ഇപ്പോൾ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു CA സ്റ്റുഡൻറ്റ്, ആളെ ഫ്യൂച്ചർ എന്താ, ആ CAൻ്റെ ഒരു പ്രൊഫസർ ആവുക, അല്ലെങ്കിൽ ഡോക്ടർ എന്താ, ആ ഒരു പൊസിഷനിലൊക്കെ എത്തുക, ഒരു കൺസൾട്ടൻ്റ് ആവുക. സോ അതിനെന്തൊക്കെ ആക്ഷൻസ്, ആൾ MBBS പഠിക്കണം, പിന്നെ PG എടുക്കണം, PG എടുക്കണം, എന്നപോലെ തന്നെ അതിൽ കുറേ പഠിക്കാണ്ടാവും. എന്നപോലെ തന്നെ CA സ്റ്റുഡൻറ്റിൻ്റെ വരികയാണെങ്കിൽ ആൾ കുറേ എക്സാം ക്രാക്കേണ്ടയും ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതും. സോ ഇതൊക്കെയാണ് സിസ്റ്റംസ്. ഇതുമ്മ ഫോക്കസ് ചെയ്യുക. ഇതാണ് എന്ത് അർജന്റ് ഏരിയാസ്. സോ അർജന്റ് ഏരിയാസിന് ഇത്ര ചുരുക്കിയാൽ മതി. നമുക്കൊരു ഗോൾ ഉണ്ടാവും, ആ ഗോളിലേക്ക് എത്താൻ വേണ്ടിയായിട്ട് നമ്മൾ ഡെയിലി ചെയ്യുന്ന സംഭവങ്ങൾ ഉണ്ടാവും. ആ സംഭവങ്ങളാണ് അർജന്റ് ഏരിയാസിന്റെ അടിയിൽ വരുന്ന ഹാബിറ്റ്സുകളും ടാസ്കുകളും. സോ രണ്ടാമത്തെ ഏരിയാസ് ആണ് ഇമ്പോർട്ടന്റ് ഏരിയാസ്. അതായത് നമ്മളെ ഈ ഗോളിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ടല്ലോ, ഇതൊന്നും കൂടി നമുക്ക് പെർഫോം ആയിക്കൊണ്ട് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഹാബിറ്റുകൾ ഉണ്ടാവും. അതായത് നമ്മളിപ്പോൾ എക്സാമ്പിൾ അതിൽ ഫസ്റ്റത്തെ എക്സാമ്പിൾ പറഞ്ഞാൽ, അതായത് ഇമ്പോർട്ടൻ്റ് ഏരിയാസത്തെ ഹാബിറ്റ്സുകളെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളെ ഡെയിലി ബുക്ക് വായിക്കുക, പോഡ്കാസ്റ്റ് കേൾക്കുക, അതുപോലെ തന്നെ എക്സസൈസും ജിമ്മൊക്കെ അതിൽ വരും. പിന്നെ സോഷ്യലൈസിങ്, ആൾക്കാരോട് അറിയാണ്ട് ആൾക്കാരോട് വർത്താനം പറയുക, അങ്ങനത്തെ സംഭവങ്ങൾ, അതൊക്കെ സ്കില്ലാണല്ലോ. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. ഇതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോൾ ഉണ്ടല്ലോ, അർജന്റ് ഏരിയാസിലുള്ള ടാസ്കുകൾ, സോ ആ ഗോളാണ്, ആ ഗോളിനും വേണ്ടി വർക്ക് ചെയ്യണ്ടല്ലേ നമ്മൾ. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടി പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളെ എനർജി ഒന്നും കൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ഹാബിറ്റുകൾ ചെയ്യുകയാണെങ്കിൽ. ഇപ്പം എക്സാമ്പിൾ എൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ, അർജന്റ് ഏരിയാസിൽ എൻ്റെ ടാസ്ക് എന്താ, എൻ്റെ ഗോൾ അവിടെ കണ്ടന്റ് ക്രിയേറ്റർ ആവുക. അപ്പോൾ അർജന്റ് ഏരിയാസിൽ എൻ്റെ ഹാബിറ്റ് എൻ്റെ ടാസ്ക് എന്താ, ഡെയിലി രാവിലെ വീഡിയോ എടുക്കുക. ഞാൻ ഈ വീഡിയോ രാവിലെ ഷൂട്ട് ചെയ്യുക. അപ്പോൾ സോ ഞാനിപ്പോൾ എന്ത് ചെയ്യുക, എനിക്ക് ഇമ്പോർട്ടൻ്റ് ഏരിയാസത്തെ ഹാബിറ്റ്സുകൾ ചെയ്യാതെ വീഡിയോ എടുക്കുക, ഈ ഇമ്പോർട്ടൻ്റ് ഏരിയാസിത്തെ ഹാബിറ്റുകൾ ചെയ്തിട്ടും വീഡിയോ എടുക്കുക. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഇമ്പോർട്ടൻ്റ് ഏരിയാസത്തെ ഹാബിറ്റുകളാണെങ്കിൽ ഞാൻ രാവിലെ ഒരു 10 മിനിറ്റ് റണ്ണിങ്ങിന് പോകും. അതായത് ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് റണ്ണിങ്ങിന് പോകും. അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. ഇതെന്ത് എയിൽ വരുന്ന കാറ്റഗറിയിൽ വരുന്ന ഹാബിറ്റ്സുകളാണ്, അതായത് ഇമ്പോർട്ടൻ്റ് ഏരിയാസിൽ വരുന്ന ഹാബിറ്റ്സുകളാണ്. അതായത് ആ സംഭവങ്ങൾ ചെയ്താൽ എന്താവും, അതായത് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഒരു 10 മിനിറ്റ് ഓടാനും അതുപോലെ തന്നെ 10 മിനിറ്റ് മെഡിറ്റേഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ വീഡിയോൻ്റെ പെർഫോമൻസ് ഒന്നുകൂടി കൂടും. അതായത് ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കണ ഇതിൻ്റെ ഒരു എനർജി ലെവല്, ആ ഒരു സ്പൈക്ക്, ആ ഒരു എനർജി, ആ ഒരു വേർഡ്സുകൾ കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ക്ലാരിറ്റി എനിക്ക് മാറലുണ്ട്. എനിക്ക് തന്നെ അനുഭവമുണ്ട്. മെഡിറ്റേഷൻ ചെയ്തിട്ട് വീഡിയോ എടുക്കണമെന്നും മെഡിറ്റേഷൻ ചെയ്യാതെ വീഡിയോ എടുക്കണം. സോ അപ്പോൾ രണ്ടാമത്തെ ഏരിയാസിൽ വരുന്ന ഹാബിറ്റുകളാണ് ഏതൊക്കെ, ജിമ്മ്, അതുപോലെ തന്നെ നമ്മളെ സോഷ്യലൈസിങ്, മെഡിറ്റേഷൻ, നമ്മൾ അതുപോലെ തന്നെ റണ്ണിങ്, വാക്കിങ്, ഇങ്ങനത്തെ അതായത് സെൽഫ് ഡെവലപ്മെൻറ്റ്, നമ്മളെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ഈ ലാംഗ്വേജ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത്, അതായത് നമ്മളെ ഒന്നും കൂടി സ്കിൽഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി നോളജ് ആയിട്ട് ഈ ബുക്ക് വായിക്കുക, ഇതൊക്കെ ഒന്നും കൂടി എന്താ ചെയ്യും, നമുക്ക് കൂടുതൽ നോളജ് തരും. ഈ കൂടുതൽ നോളജ് കിട്ടിയ അപ്പോൾ ഒരു നമ്മൾ ഏത് ഫീൽഡാണോ പ്രവർത്തിക്കുന്നത്, ഞാൻ ഇപ്പോൾ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്, അപ്പോൾ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് റിലേറ്റഡ് ബുക്ക്, സൈക്കോളജി, ഫിസിയോളജി ബുക്കൊക്കെ വായിച്ച് കഴിഞ്ഞാൽ എന്തായിക്കാരം നിങ്ങൾക്ക് കുറച്ചും കൂടി നോളജ് കിട്ടും. ആ കുറച്ചും കൂടി നോളജ് കൊണ്ട് എന്തായിക്കാരം നിങ്ങൾക്ക് ബെറ്റർ വീഡിയോസ് ഉണ്ടാക്കി മാറ്റാം. സോ അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ഏരിയാസത്തെ ഹാബിറ്റ്സുകൾ അറിയണമെങ്കിൽ നമ്മളൊന്നും കൂടി ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നമ്മളൊന്നും കൂടി ഹെൽപ്പ് ചെയ്യും. സോ മൂന്നാമത്തെ ഏരിയയാണ് സർവൈവൽ ഏരിയാസ്. അതായത് അത് നമ്മൾ ഡെയിലി ചെയ്തു വരുന്ന സംഭവങ്ങൾ, അത് ഞാൻ ചേർത്തുന്നുള്ളൂ. അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ചെയ്തു വരുന്നത്, അത് ചെയ്യാൻ നമുക്ക് വലിയ പണിയൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ബാത്റൂം പോവുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഡെയിലി ചെയ്തു വരുന്ന, ഡ്രസ്സ് ധരിക്കുക, അതുപോലെ തന്നെ വാഷിങ്, ബാത്ത്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ഡെയിലി വരണം. അതായത് നമ്മൾ സർവൈവൽ സംഭവങ്ങൾ, അത് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമാണ്. സോ അപ്പം മെയിനായിട്ട് 3 ഏരിയാസാണ്: അർജന്റ് ഏരിയാസ്, ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, സർവൈവൽ ഏരിയാസ്. അർജന്റ് ഏരിയാസിൽ പറയുകയാണെങ്കിൽ നമുക്കൊരു ഗോൾ ഉണ്ടാവും, ആ ഗോളിന് വേണ്ടി നമ്മൾ അച്ചീവ് ചെയ്യാൻ നമ്മൾ ഡെയിലി ചെയ്യുന്ന സംഭവങ്ങൾ. രണ്ടാമത്താണ് ഇമ്പോർട്ടൻ്റ് ഏരിയാസ്, ഈ ഹാബിറ്റ്സുകൾ, ഡെയിലി ഹാബിറ്റ്സുകൾ, നമ്മൾ സത്യം പറയുകയാണെങ്കിൽ നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റ്സുകൾ, ഈ ബുക്ക് വായിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, ബോഡി എക്സസൈസ്, സോഷ്യലൈസിങ്, ആൾക്കാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. മൂന്നാമത്തെയാണ് സർവൈവൽ ഏരിയാസ്, അതായത് നമ്മൾ ഡെയിലി വരുന്ന ഈ ഫുഡ്, ഈറ്റിങ്, സ്ലീപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. സോ ഇതിലൊരു കോർ പോയിന്റ് എന്താ വെച്ചാൽ, ഞാൻ ഒത്തിരി പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഡെയിലി എന്ത് ചെയ്യണം, ഈ അർജന്റ് ഏരിയാസത്തെ ഹാബിറ്റ്സുകളും ടാസ്കുകളും ഡെയിലി നമ്മൾ മസ്റ്റായിട്ടും ചെയ്യണം. അത് കൺസിസ്റ്റൻ്റ് ആയിക്കൊണ്ട് ചെയ്യണം. സോ നമ്മുടെ ഈ 3 ഏരിയാസിൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഗോൾ അച്ചീവ് ചെയ്യുക. സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സർവൈവൽ ഏരിയാസത്തെ ഹാബിറ്റ്സും ഇമ്പോർട്ടൻ്റ് ഏരിയാസത്തെ ഹാബിറ്റ്സും ഒക്കെ എന്ത് ചെയ്യാം,
എനിക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ, അതായത് എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ഫുഡ് കഴിച്ചാൽ നല്ല എനർജി കിട്ടും. അതുപോലെ തന്നെ നല്ല ഉറക്കം എൻ്റെ ബോഡിക്ക് കൊടുത്താൽ എനിക്ക് പിറ്റേന്ന് നേരത്തെ എണീറ്റാണ്ട് നല്ല വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്ത് അതിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ പെർഫോമൻസ് കൂടും. ബുക്ക് വായിച്ചാൽ എന്തോ എനിക്ക് കുറേ നോളജ് കിട്ടും. ആ നോളജ് കൊണ്ട് നല്ല നല്ല കൺസെപ്റ്റുകളായിട്ട് വീഡിയോസ് ഉണ്ടാക്കാം. പോഡ്കാസ്റ്റ് കേട്ടാൽ കൂടുതൽ നോളജ് കിട്ടും. പിന്നെ സോഷ്യലൈസ്, ആൾക്കാരായിട്ട് കൂടുതൽ വർത്താനം പറഞ്ഞാൽ എൻ്റെ ആ മെൻ്റലി ആ ഒരു ടയർഡ്നെസ്, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ വർക്ക് ചെയ്യില്ല എപ്പോഴും, അതൊക്കെ മാറി ഒരു ഫ്രഷ്നെസ്, ഒരു ഹാപ്പി, ഒരു ഡോപ്പമൈൻ സ്പൈക്ക്, നല്ലൊരു ഡോപ്പമൈൻ ഒക്കെ കിട്ടും. സോ ഞാൻ പറഞ്ഞു വരുന്നത്രേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ഒരു ദിവസം മോട്ടിവേഷൻ ഇല്ല എന്നല്ല, നിങ്ങൾക്കൊരു രാവിലെ എണീച്ച ഉടനെ ടയേർഡാണ്, നിങ്ങൾക്കൊരു ഒരു ഉഷാറില്ലായ്മ, അങ്ങനെ ഒരു ഉഷാറില്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഈ അർജന്റ് ഏരിയാസത്തെ ഹാബിറ്റുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ മതി. നിങ്ങൾ തന്നെ ദിവസം സെറ്റ് ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഗോളേ ഉള്ളൂ, ആ ഗോൾ അച്ചീവ് ചെയ്യുക. ആ ഗോൾ അച്ചീവ് ചെയ്യാന്നാണ് ലക്ഷ്യം. അല്ലാതെ കുറെ ബോഡി ഉണ്ടാക്കുക, കുറെ ഉറക്കം ഉറങ്ങുക, അങ്ങനല്ല. ഇതൊക്കെ എന്തിനാ, നമ്മളെ ഗോൾ അച്ചീവ് ചെയ്യാൻ. ഇത് വലിയൊരു സംഭവമാണ് ഗോള്. ആ ഗോളിന്റെ അടിയിൽ വരുന്നതാണ് ഈ ബുക്ക് വായിക്കുക, ഈ നല്ല ഉറക്കം കൊടുക്കുക, നല്ല ഫുഡ് കഴിക്കുക, നല്ല ആൾക്കാരായിട്ട് വർത്താനം പറയുക, ബുക്ക് പോഡ്കാസ്റ്റുകൾ കേൾക്കുക. അതൊക്കെ ഇതിന്റെ അടിയിൽ വരുന്ന ഗോൾ എന്താ, ഈ വലിയ നമ്മളെ ഗോൾ ഉണ്ടാവും. എന്റെ ഗോൾ എന്താ, ഈ കണ്ടന്റ് ക്രിയേഷൻ. ഇതിന്റെ അടിയിൽ വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഈ ഹാബിറ്റ്സുകൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് എന്റെ ഗോൾ അച്ചീവ് ചെയ്താൽ മതി. അതായത് ഇപ്പൊ ഞാൻ ഡെയിലി ബുക്ക് വായിച്ചില്ല, എക്സസൈസ് ചെയ്തില്ല, അതുപോലെ തന്നെ ആൾക്കാരായിട്ട് വർത്താനം പറഞ്ഞില്ല എന്നുണ്ടെങ്കിലൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഈ വീഡിയോ എടുക്കും, അടുത്ത വീഡിയോക്ക് സ്ക്രിപ്റ്റ് ചെയ്തും വീഡിയോ എഡിറ്റ് ചെയ്യും, ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യും. സോ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും നിങ്ങൾ ആ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഹാബിറ്റുകൾ എന്തായാലും ചെയ്യുക. അതായത് അർജന്റ് ഏരിയാസിന്റെ അടിയിൽ വരുന്ന ഹാബിറ്റ്സുകളും ടാസ്കുകളും നിങ്ങൾ എന്തായാലും ചെയ്തു തീർക്കാം. പിന്നെ ഇമ്പോർട്ടന്റ് ഏരിയാസത്തെ ഹാബിറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലാന്നെങ്കിലും, അതായത് എന്നും ഇങ്ങനെ മിസ്സാക്കാന്നല്ല, ഇടയ്ക്കൊക്കെ നമുക്കൊരു ക്രൈവിങ്സും കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അങ്ങനെ വന്നാലും ഞാൻ പറഞ്ഞു വരുന്നതുള്ളൂ, അങ്ങനെ വന്നാലും ഒരിക്കലും നമ്മൾ ഈ അർജന്റ് ഏരിയാസത്തെ ടാസ്കുകളും ഹാബിറ്റ്സുകളും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത് ഡെയിലി കൺസിസ്റ്റന്റ് ചെയ്യണം. നമ്മൾ ആ ഗോളിൽ അച്ചീവ് ചെയ്യണ വരെ, അല്ലെങ്കിൽ ഒരു നിലയിലേക്ക് എത്തണ വരെ അത് ചെയ്തുകൊണ്ട് നിൽക്കാം. സോ അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. സി യു ഇൻ ദി അനദർ വീഡിയോ.